നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് വേറെ ടോപ്പിക്കായിട്ട് ഇവിടെ പറയും, ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇവിടെ ലൈഫ് അല്ലെ, പ്രൊഫഷൻ, അതേപോലെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. എല്ലാവരും ഇവിടെ ജനിക്കുന്നു, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ മരിച്ചു പോകും. നമ്മൾ ആരും നമ്മുടെ അറിവോ സമ്മതത്തോടെയോ അല്ല ഇങ്ങോട്ട് വന്നത് അല്ലെ. ചില ആളുകൾ നല്ല സാമ്പത്തികമായി നല്ല തറവാട്ടിൽ, പൈസ ഉള്ള തറവാട്ടിൽ ജനിച്ചവരുണ്ടാവും, ഇതൊന്നും ഇല്ലാതെ ജനിച്ചവരുണ്ടാവും. അപ്പോ ഇതൊന്നും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചോ ഒന്നും അല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേപോലെ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുന്നത്, എപ്പോഴാണ് തിരിച്ചു വിളിക്കപ്പെടുക എന്ന് അറിയാൻ സാധിക്കില്ല. കാരണം ഇപ്പോ നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ യങ്ങായ ആളുകളൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് മരണം എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ നമ്മള് കാറിന് ഒരു സാധനം എടുത്തിട്ട് നമ്മള് അങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി വന്ന് നമ്മളാ തിരിച്ചു പോകൂലേ, അത്രയും നമ്മളാ കാറിൽ നമ്മളെ കൂട്ടുകാർ കാത്തിക്കണം പരിപാടിക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഞാനൊരു സാധനം എടുത്തിട്ട് വരാം, എന്റെ ഫോണോട് മറന്നു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തിരിച്ച് നമ്മൾ ഫോൺ എടുക്കാൻ വരുമ്പോഴുള്ള നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത്രയുമാണ് സത്യത്തിൽ മരണം. ആ കാറിൽ ഇരിക്കുന്നത് മരണമാണ്. ആ കാറോടെ വെയിറ്റ് ചെയ്യാണ്. അല്ല ആലോചിക്കുക, നമ്മളെ മരണം നമ്മളെ കാത്തിരിക്കണേ. അത്രയും ഉറപ്പുള്ള വേറെ എന്തൊരു സാധനം ലൈഫ് ഗ്യാരണ്ടിയിൽ എന്തൊരു സാധനം നമുക്ക് ലൈഫിൽ പറയാൻ പറ്റില്ല. നമ്മളെ ജോലി, നമ്മൾ എന്ന ദിവസം വരെ ജീവിക്കുന്നു, ഒന്നിനും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ സാധ്യതയില്ല. എന്തിനീ പരിപാടി കഴിഞ്ഞ് ഇവിടെ തിരിച്ചു പോകുന്ന പോലും പറയാൻ പറ്റില്ല. പക്ഷെ മരണം അത് ഉറപ്പാണ്. ആ മരണം അവിടെ കാത്തിക്കണം. അതിലേക്ക് വേണ്ടി അത് എന്തിന് മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സംവിധാനിച്ചത്, ആ ഒരു ക്രക്സിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ പരീക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് എന്തിനോടാണോ ക്രൈസ്, അതിലാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുക. നിങ്ങൾക്ക് ജോലിയാണോ ഭയങ്കര താല്പര്യം, ഭയങ്കര വർക്കാഹോളിക്കണം, വർക്ക് ഈസ് മൈ പാഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യമാണ്. 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു മടുപ്പില്ല മനുഷ്യ എന്ന് ഭാര്യ ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ നോക്കി നേരം വെക്കും ഇരിക്കാൻ ഇങ്ങനെ കഴിച്ചാ. അപ്പൊ പെണ്ണുങ്ങൾ ഇത് മടുക്കണില്ല മനുഷ്യ, മടുക്കൂലേ? പക്ഷെ മടുക്കണില്ല, കാരണം അത് ഒരു പാഷനാണ്. വർക്ക് ഈസ് എ പാഷൻ. അങ്ങനെ കാണുന്നവർക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാല് അവരെ വർക്ക് തന്നെ ആയിരിക്കും.